ശ്രീ പി എന്താ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഈ SIT കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഒത്തുതീർപ്പാകും എന്നൊക്കെ ആരോട് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പോട്ടെ, ഇനി വേറെ ഏത് ഏജൻസിയാണ് വരിക? ഇപ്പോൾ ED വന്ന് ഇപ്പോൾ മുരാരി ബാബുവിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സുധീഷ് കുമാറിനാണോ തോന്നുന്നു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാവാൻ. എപ്പോഴും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം കേൾക്കുന്ന, കൺവിഷൻ റേറ്റ് പരമദയനീയമാണെന്ന് താഴെയുള്ള ഒരു ഏജൻസി ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തും എന്നും വിശ്വാസികൾ വെറുതെ പ്രതീക്ഷിക്കണോ? CTP ജയേന്ദ്രൻ. ഞാൻ അവിടത്തേക്ക് വരാം ഹാഷ്മി. അതിനുമുമ്പ് ഞാൻ പറഞ്ഞ ഒരു മണ്ടത്തരത്തെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. എന്താണ് സർ ഞാൻ പറഞ്ഞ മണ്ടത്തരം? താങ്കളുടെ ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കട്ടെ ഇവിടത്തേക്ക്. നോക്കൂ സർ, താങ്കൾ ഈ പറഞ്ഞ കുറ്റമറ്റ ഏജൻസി, നിങ്ങളുടെ അന്വേഷണ ഏജൻസിയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ? സർ, 14-ാം തീയതിയാണ്, ജനുവരി 14-നാണ് നിങ്ങൾ ഒരു കാട്ടുകള്ളനെ കോടതി പറഞ്ഞതിന് ശേഷം അറസ്റ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് ചോദിച്ചു, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു, രൂക്ഷമായി വിമർശിച്ചതിൻ്റെ അഡ്വേഴ്സ് റിമാർക്കുകൾ രേഖപ്പെടുത്തി. എൻ്റെ ഡോക്ടർ ഗോപൻ അറിയാമോ, ഈ അഡ്വേഴ്സ് റിമാർക്കുകൾ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ പോയി നിങ്ങളുടെ ഈ കുറ്റമറ്റ, ഞാൻ പറഞ്ഞ മണ്ടത്തരം അല്ലെന്ന് പറഞ്ഞ ആള് അറിയുമോ താങ്കൾക്ക്? സുപ്രീം കോടതി 26 ജനുവരിയിൽ ഈ നിരീക്ഷണങ്ങൾ നീക്കം ചെയ്യാനുള്ള ഹർജി തള്ളി. എന്താ ഗോപൻ സാറേ അപ്പം അറിഞ്ഞതിൻ്റെ അർത്ഥം? അഡ്വേഴ്സ് റിമാർക്കുകൾ നീക്കം ചെയ്യണമെന്ന് കാല് പിടിച്ച് സുപ്രീം കോടതി പോയി. നിങ്ങൾ കോടതി തള്ളി, ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അവരുടെ നിരീക്ഷണം മുഴുവൻ ശരിയാണെന്ന് അവർ പിന്നെ ദൈവത്തെ പോലും കൊള്ളാടിച്ചവരെ ചോദിക്കുകയും ചെയ്തു കോടതി. പോട്ടെ, വേറെ കാര്യം പറഞ്ഞോ. അല്ല, അത് അദ്ദേഹം എൻ്റെ മണ്ടത്തരമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അത് പറയേണ്ടി വന്നത്. രണ്ടാമത് അദ്ദേഹം എന്നെ എന്തൊക്കെയോ ബോധ്യപ്പെടുത്താൻ പറഞ്ഞു. സാറേ, എനിക്കിതെല്ലാം ബോധ്യമാണ്. ഇവരെല്ലാം കാട്ടുകള്ളന്മാരാണ്. ഒരു കുറി വരച്ചത് കൊണ്ടോ ഭസ്മം പൂശിയത് കൊണ്ടോ ഒരാൾ ഭക്തനാവില്ല. കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു ഒരുത്തൻ ക്ഷേത്രത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെപ്പോലെ ഒരു കാട്ടുകള്ളൻ ഈ ലോകത്തില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലേ? ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഗോപൻ സാറിനോട്, അല്ല സർ, പൊതു മുതൽ കക്കുന്നവൻ കമ്മ്യൂണിസ്റ്റ് ആണോ? അവനെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കുന്ന ബോധ്യം നിങ്ങൾക്ക് ശരിയാണെന്നുണ്ടോ? താങ്കൾ പറഞ്ഞല്ലോ SITയുടെ അന്വേഷണമൊക്കെ കുറ്റമറ്റതാണ്, ശരിയാണ് എന്ന്. ആ SIT അല്ലേ ഇൻകുലാബ് വിളിക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന സഖാക്കൾ 2 പേരെ, നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തന്മാരായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരെ കോടതിയിൽ ഇന്നേ വരെ ജാമ്യം കൊടുത്താൽ അകറ്റിരിക്കുന്നു. അവർ വിശ്വാസിയാണോ എന്ന് നിങ്ങൾ വിട്ടേക്ക്. ഇവർ കമ്മ്യൂണിസ്റ്റ് ആണോ മിസ്റ്റർ ഗോപൻ? ഇവരെ ജനങ്ങൾക്ക് കുഴപ്പം നിന്ന് ജനങ്ങളുടെ ഫണ്ട് അടിച്ചു മാറ്റി മേലനങ്ങാതെ പണിയെടുക്കുന്ന ഈ രാജ്യദ്രോഹികൾ കമ്മ്യൂണിസ്റ്റ് ആണോ? അത് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? നിങ്ങളിപ്പോൾ ഞങ്ങളൊക്കെ ഉപദേശിച്ചല്ലോ, അവരെ ഇന്നും നിങ്ങൾ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കുന്നെങ്കിൽ, അവരെ കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ, എന്താ, രക്തസാക്ഷി ഫണ്ട് കട്ടവൻ കുലംകുത്തിയാണ് സർ. പൊതുജനങ്ങളുടെ ഫണ്ട് കട്ടവൻ കുലംകുത്തിയല്ല. അല്ല, 90 ദിവസം കഴിഞ്ഞ് വാസുവും പത്മകുമാർക്ക് ജാമ്യം കിട്ടിപ്പോയാലോ ഈ ആരോപണം പിൻവലിക്കുമോ? അല്ല, ഒന്നും ചെയ്യാനില്ലല്ലോ. പാർട്ടി പിന്നെയും അവര് കോടതി ഇതാ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേ ആളുകൾ, ഇതേ ഗവേഷകന്മാർ ചാനലിൽ വന്ന് ന്യായീകരിക്കും. ഹാഷ്മി, ഇതാ അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു, അവരെ കോടതി വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കമ്മ്യൂണിസ്റ്റായി തുടരണം എന്ന് പറയും. ഇനി ഹാഷ്മി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒന്ന്, EDയുടെ കൺവിക്ഷൻ റേറ്റ് EDയുടെ സൈറ്റിൽ പോയിട്ടാണോ നിങ്ങൾ നോക്കിയതെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലും ഇല്ലേ ഒരു വിജിലൻസ് വകുപ്പ്? അല്ല, വിജിലൻസ് വകുപ്പ്. ഈ വിജിലൻസ് വകുപ്പിന് ശമ്പളം കൊടുക്കുന്നത് എന്തിനാ ഹാഷ്മി? ഇവരെന്ത് പണിയാ ഇത്രയും കാലം എടുത്തത്? ഒരു തരി സ്വർണം അല്ലെങ്കിൽ ഇവർ സമ്പാദിച്ച അനധികൃത സ്വത്ത് അത് രേഖാപരമല്ലെന്ന് ഒരു കേസ് വരെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങൾ എന്നോടിപ്പോൾ ചോദിച്ചില്ലേ, ED വന്നിട്ടുണ്ട്, ഹാഷ്മിക്ക് അറിയാഞ്ഞിട്ടാണോ? പോറ്റി എന്ന് പറയുന്ന കാട്ടുകള്ളന്റെ 1.3 കോടി രൂപ വിലയുള്ള മൂല്യമുള്ള ബാംഗ്ലൂർ നഗരത്തിലും പത്തനംതിട്ടയിലുമുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് ED മരവിപ്പിച്ചിരിക്കുന്നു ഹാഷ്മി. 21 ഇടത്ത് റെയ്ഡ് ചെയ്തപ്പോ 1,30,00,000 സ്വത്ത് ഈ കാട്ടുകള്ളൻ മേലനങ്ങാതെ സമ്പാദിച്ചത്, പാർട്ടി നേതാക്കന്മാർക്ക് ഓഹരി കൊടുത്തതിന്റെ ബാക്കി രേഖയില്ലാത്തത് പിടിച്ചെടുത്ത് ED മരവിപ്പിച്ചിരിക്കുന്നു. സ്വത്ത് മരവിപ്പിക്കൽ ആനക്കാര്യമാണോ? പറയും 176 ഗ്രാം സ്വർണം. പക്ഷേ ED സ്വത്ത് മരവിപ്പിക്കുന്ന ഒരു ആനക്കാര്യമല്ല, EDയുടെ സ്വാഭാവിക നടപടി മാത്രം. അത് കൺവിക്ഷൻ റേറ്റിലോട്ട് വന്നാൽ EDയുടെ വെബ്സൈറ്റിൽ പോയി കണക്കെടുത്ത് അങ്ങ് പറയൂ, എത്രയാണ് കൺവിക്ഷൻ റേറ്റ്? പരമദയനീയോ?
അല്ല ഹാഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, പരമദയനീയമായിട്ട് ഇപ്പൊ ആരാണ് സമൂഹത്തിൽ നിൽക്കുന്നത് എന്നൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഹാഷ്മി. ഞാൻ ഇക്കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അസ്വസ്ഥനാവല്ല. 1,30,00,000 ഇവർ പിടിച്ചെടുത്തെങ്കിൽ, അല്ല ഹാഷ്മി, കേരളത്തിലെ SIT എത്ര പിടിച്ചെടുത്തു? എത്ര ഗ്രാം സ്വർണം കസ്റ്റഡിയിലെടുത്തു? ഈ കേസ് ജയിക്കണമെങ്കിൽ തൊണ്ടി മുതൽ വേണ്ടേ ഹാഷ്മി? 10 ഗ്രാം സ്വർണം, 1 MG സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ടോ ഹാഷ്മി? നിങ്ങൾക്ക് എന്താ അത് കാണാൻ കഴിയാത്തത്? ഇവർ പിടിച്ചെടുത്തു ഹാഷ്മി. നോക്കൂ, 176 ഗ്രാം സ്വർണം ബാംഗ്ലൂരിൽ വെച്ച് ഈ കാട്ടുകള്ളന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് 100 ഗ്രാം സ്വർണം 400 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. 50 പവൻ. തീർന്നില്ല ഹാഷ്മി, സ്മാർട്ട് ക്രിയേഷന്റെ പോയി റെയ്ഡ് ചെയ്തു, 100 ഗ്രാം പിടിച്ചെടുത്തു. ഇവരുടെ കൺവിക്ഷൻ റേറ്റിനെ കുറിച്ച് താങ്കൾ 1,30,00,000 രൂപ ഒരൊറ്റ റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് നോട്ടീസ് കൊടുത്തിട്ടേ ഉള്ളൂ ഹാഷ്മി. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. എത്ര വടിവെട്ടാൻ പോയി കിടക്കുന്നു? അടി കൊടുത്ത് എത്ര പേർക്കാ? അതാ ചോദ്യം. മാധ്യമപ്രവർത്തകൻ കൂടിയല്ലേ? അല്ല ശ്രീ TP ചന്ദ്രൻ മാഷ്, 2015 ജനുവരി 1 മുതൽ 2025 ജൂൺ 30 വരെയുള്ള 6,000 ചില്ലുവാനം 6,444 കേസുകളിൽ വടിവെട്ടിയിട്ട് ആകെ അടി കൊടുത്തത് ദശാംശം എത്ര ശതമാനം ആൾക്ക് അടി കൊടുത്തിട്ടുള്ളൂ. ED വടിവെട്ടാൻ പോകുന്ന കഥ പറയല്ലേ മാഷേ? അടി കൊടുക്കുന്നത് വളരെ തുലവും തുച്ഛമാണ്. അത് ഞാൻ കണക്ക് വെച്ചാ പറയുന്നത്. പറയും ഹാഷ്മി, നിങ്ങൾ എന്റെ വായിൽ കയറി കോരിട്ടിളക്കില്ലെങ്കിൽ ഞാൻ പറയും. ഹാഷ്മി, ഈ കേസ് അന്വേഷണത്തിന്റെ എണ്ണമാണ് നിങ്ങൾ പറഞ്ഞത്. അതിൽ എത്ര കേസ് അന്വേഷണം പൂർത്തിയാക്കിയിട്ട് കോടതി കൊടുത്തിട്ടുണ്ട്? എത്ര കേസ് കോടതി വിധി പറഞ്ഞിട്ടുണ്ട്? എത്ര കേസ്? 59. 6,444-ൽ 59 കേസ് ചാർജ് ഷീറ്റ്. അതിൽ 54 ഞാൻ തന്നെ പറയാം 6,444 കേസ്, അതിൽ 59 ചാർജ് ഷീറ്റ്, അതിൽ 54 കൺവിക്ഷൻ. 6,444 54 കൺവിക്ഷൻ. ഹാഷ്മിയോട് ചോദിച്ച ചോദ്യത്തിന് ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ. ഞാനൊന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം ഉത്തരം പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയാനല്ലേ? എങ്കിൽ നിങ്ങൾ EDയുടെ സൈറ്റിൽ ഒന്ന് പോയി നോക്ക്. 2014 ശേഷം ED 59 കേസുകളാണ് കോടതി അന്വേഷണം പൂർത്തിയാക്കി വിചാരണ നടത്തി വിധി പറഞ്ഞത്. 53 എണ്ണം ശിക്ഷിച്ചു. മാഷെ എത്രയിലാണ്? 6,444-ൽ 59-ൽ 54. തെറ്റിദ്ധരിപ്പിക്കലേ മാഷെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.